ചേട്ടാ നിങ്ങൾ പറയണ നമ്മൾ നിങ്ങളെ വീട്ടിൽ പറഞ്ഞില്ല നിങ്ങളെ ഭാര്യയ്ക്ക് നമ്മൾ നിങ്ങളെ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് ഒരു വില പോലും തരൂല നമുക്ക്. അങ്ങനെയുള്ളടത്ത് നമ്മൾ വരൂ. ഇന്നലെ തന്നെ നിങ്ങൾ അവിടെ വീട്ടിനകത്ത് ഉണ്ടായിരുന്നു, എനിക്കറിയാം. എന്നിട്ട് ഞാൻ വന്ന് അവിടെ നിങ്ങൾ ഉണ്ടാന്ന് ചോദിച്ചിട്ട് അവരില്ലെന്നാണ് പറഞ്ഞത്. നമ്മളെ ഒരുമാതിരി കണ്ടിട്ട് വല്ലാത്തൊരു പാവം. അതൊന്നും വലിയ കാര്യമില്ല. നിനക്ക് അറിയോ, ഒരു ഭാര്യയും ഭർത്താവിന്റെ സുഹൃത്തിന് വില കൊടുക്കാൻ പോണില്ല, മനസ്സിലായില്ലേ? വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു. എന്നാലോ അങ്ങനെയല്ലല്ലോ നീ. നമ്മൾ അവിടെ വീട്ടിൽ കയറി വരുമ്പോ ഒരു വേണ്ടേ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാ ചേച്ചി ഒന്ന് സോപ്പടായി. നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് അവിടെ ബർത്ത്ഡേ ആണ്. ഓ ഞാൻ പോവാം. ഞാൻ പോയതിനു ശേഷം ഈ പുറകെ വരണം, അറിഞ്ഞൂടാത്ത ഭാഗത്ത് പുറകെ വന്നിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാം. അപ്പോ അതിൽ അവൾ വിചാരിക്കും എന്തായാലും ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞല്ലോ, അപ്പൊ നിന്റെ ഒരു സ്നേഹമൊക്കെ തോന്നും. അത് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ നിനക്ക് തരും. അത് കൊള്ളാം, അടിപൊളി. ചേച്ചി അല്ല, ഇന്ന് ചേച്ചിയുടെ പിറന്നാളാണെന്ന് അറിഞ്ഞു. അപ്പോ 36ാമത്തെ വയസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ചേച്ചിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അല്ല, 36ാമത്തെ വയസ്സിലേക്ക് കിടക്കുന്ന ചേച്ചിക്ക് എന്റെ ഹാപ്പി ബർത്ത്ഡേ. അത് പറഞ്ഞാണ്. നിന്റെ തള്ളയാണ് എന്നെ പ്രസവിച്ചിട്ടെ. മൈൻഡ് ഓൺ യുവർ ബിസിനസ്, മൈൻഡ് ഇറ്റ് റാസ്കൽ സ്റ്റുപ്പിഡ്. എടാ, നിന്റെ തള്ളയാണ് എന്നെ പ്രസവിച്ചിട്ടെ. 27 വയസ്സാകുന്നവരോടാ പഠിപ്പിച്ച് മോന്മാരെ. റാസ്കൽ പോടാ കളിക്കാൻ, സ്റ്റുപ്പിഡ്. പോട്ടെ, ശരി.